ഏറ്റവും എന്താ പറയാ എല്ലാം ഏറ്റവും നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് തീർക്കാം, അതായത് മിനിമൽ ടൈം എത്ര വേണം ഒരു പരിപാടി തീർക്കാൻ, എല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുണ്ട്. ഏറ്റവും വേസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെയാണ് പലതരത്തിലുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് T0. ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് ഇഫ് എവറിഥിങ് ഗോസ് എക്സെപ്ഷണലി വെൽ. എല്ലാം വളരെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അതിപ്പോൾ നമ്മളൊരു ട്രാവൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ട്രാഫിക്കും ഇല്ല. ഇപ്പോൾ പാതിരാത്രിയിൽ അങ്ങ് പോകണമെന്ന് വിചാരിക്കുക, ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല, ട്രാഫിക് ബ്ലോക്കും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതാണ് അതുപോലെ സംതിങ് സിമിലർ ടു ദാറ്റ്. ഓക്കെ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് വെച്ചാൽ മിക്കവാറും സാധാരണഗതിയിൽ എടുക്കുന്ന സമയം. എസ്റ്റിമേറ്റ്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ TM. ഇറ്റ് ഈസ് എ ടൈം ഇൻ വിച്ച് ദ ആക്ടിവിറ്റി ഈസ് നോർമലി എക്സ്പെക്ടഡ് ടു ബി കംപ്ലീറ്റഡ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മളെ കേസിൽ നിങ്ങൾക്ക് ട്രാവൽ ടൈം ആണെന്നുണ്ടെങ്കിൽ സാധാരണ സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? നമ്മൾ എയർപോർട്ട് പോകുന്ന ടൈമാണ് എടുക്കുന്നത് വിചാരിക്കുക. രാത്രിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? പകല് നോർമൽ ടൈമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? അങ്ങനെയുള്ള കേസ്. ദെൻ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ TP. പെസിമിസ്റ്റിക് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഏടാകൂടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം സമയം എടുക്കും? ഇറ്റ് ഈസ് എ ടൈം വിച്ച് an activity will take to complete in case of difficulty. If most of the things go wrong, it is the longest of all time estimates. Statistically, the expected time can be given by TE. TE എന്ന് പറയുന്നത് അടുത്താണ്, എന്താ പറയാ, എക്സ്പെക്ടഡ് ടൈം ആണ്. ഇനി അതിന് മുമ്പ് പറഞ്ഞ സംഭവം, അതായത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ TP. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ ബ്ലോക്ക് കിട്ടി, പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നെ വഴിയിൽ മരം വീണിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാവിധ ഇടാകുടങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം കൊണ്ട് അവിടെ എത്താൻ പറ്റും? അതാണ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. എങ്ങനെ വന്നാലും നമുക്ക് അവിടെ എത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈസി ടൈമിന്റെ ഇരട്ടി കൂടുതൽ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ഈവൻ ഇരട്ടി ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് ടൈം എസ്റ്റിമേറ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിന്റെ ഡിഫറെന്റ് ടൈം എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ T0. ദെൻ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, അതായത് നോർമൽ കണ്ടീഷൻസിൽ എത്ര സമയം എടുക്കും, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ TM. ദെൻ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ TP, അതായത് എല്ലാ കാര്യങ്ങളും പ്രശ്നമായി കഴിഞ്ഞാൽ എത്രമാത്രം ഡിലേ വരാം, അതാണ് TP. ഇനി it is the longest of all the time estimate. Then statistically the expected time can be given by ഇനി ഇത് വെച്ചിട്ട് എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? TE is equal to T0 plus 4 into TM plus TP divided by 6. Then അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ST is equal to TP minus T0 divided by 6. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ട് പോകണ ടൈം T0 എന്ന് പറയുന്നത് 1 hour ആണെന്ന് ഇരിക്കട്ടെ. TM എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് 1.5 hours. ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. എന്താ പിന്നെ നോർമൽ ടൈമിൽ നമ്മൾ 1.5 മണിക്കൂർ എടുക്കും. TP പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂറാണെന്ന് വിചാരിക്കും. 3 മണിക്കൂർ വരെ എടുക്കാം സാധാരണഗതിയിൽ. അപ്പൊ അതിന്റെ എക്സ്പെക്ടഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? TE is equal to T0, that means 1 into plus 4 into 1.5, 4 into 1.5 എത്രയാ? 6 പ്ലസ് TP, അതൊരു എത്ര hours ആണ് പറയുക? 3 hours. അപ്പോൾ 6 plus 3 plus 1 എത്രയായി? 10 hours divided by 6. 10 by 6 എത്രയാണ്? 10 divided by 6 എന്ന് പറയുന്നത് 1.6 hours. ഇതാണ് എക്സ്പെക്ടഡ് ടൈം നമ്മൾ പറയാം, 1.66. ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാം, TP minus T0 divided by 6. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ദെൻ വേരിയൻസ് VT equal to ST square equal to TP minus T0. TP minus T0, TP നമുക്കറിയാം എത്രയാണ്? TP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പെസിമിസ്റ്റിക് ടൈം ആണ്. ദെൻ TP minus T0 divided by 6 the whole square. ഇതാണ് വേരിയൻസ് പറയുക. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. പെർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 ടൈംസ്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ പെർട്ട് ആൻഡ് CPM. പെർട്ടും CPM തമ്മിലുള്ള ഡിഫറൻസസ്.
First one, PERT consider it is a probabilistic model with uncertainty in activity duration. Activity duration uncertainty. This we already discussed PERT and CPM comparison. Then CPM is a deterministic model with well-known activity timing. Then PERT has 3 time estimate. CPM has only 1 time estimate. Then PERT event oriented technique, CPM activity oriented technique. Then for fourth one, suitable in defense R&D projects. അതായത് അതിന്റെ എന്ന് തീരുമാനങ്ങളുടെ എസ്റ്റിമേറ്റ്സ് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് suitable for defense R&D projects എന്ന് പറയാം. തീരുന്നത്രേ ഉള്ളൂ. CPM ആണെങ്കിൽ suitable for civil construction work, mechanical work, scheduling, plant maintenance, etc. അങ്ങനെയുള്ള കാര്യങ്ങൾ. Then PERT കേസിൽ does not give an importance to critical path. Critical path വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. CPM ആണെങ്കിൽ importance to critical path. Then it uses statistical method to calculate expected time. And CPM കേസിലാണെന്നുണ്ടെങ്കിൽ need not require statistical technique. നമ്മൾ statistical technique വെച്ചിട്ടല്ല critical path അല്ലെങ്കിൽ expected time കണ്ടുപിടിക്കുക. അത് നമ്മളുടെ നോട്ട് കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഇതാണ് CPM-ഉം PERT-ഉം തമ്മിലുള്ള കമ്പാരിസൺ. ഒരുപക്ഷെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ ഈ ഒരു മൊഡ്യൂളിലെ ലക്ഷണം കണ്ടിട്ട് എല്ലാം പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് നമുക്കത് ഓക്കെ, നമുക്കപ്പോൾ ഈ പ്രോബ്ലം എടുക്കാം. ഈ പ്രോബ്ലം 6.6. A project has 9 activities. The expected time of each activity is as shown in the table 6.5. 6.5 എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളാണ്. ഞാൻ നോക്കട്ടെ, ഇത് നമുക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. A small plant assembles PC through interlinked activities as follows. Draw an arrow diagram or network diagram. Share it. Class in the profile. Okay. No. Interesting. Okay. ഞാൻ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻസ്. നമ്മളുടെ ക്വസ്റ്റ്യൻ ബി. A small plant assembles species through interlinked activities as follows. Draw an arrow diagram, means the network diagram. Find critical path and the total assembly duration. Total എത്രമാത്രം നോക്കാം. നമ്മൾ ആ ഒരു എടുത്ത് ചെയ്യാൻ പോകും. A project has 9 activities. The expected time of each activity is as follows in the table 6.5. 1.2, 1 to 2. 1 to 2 എന്ന് പറഞ്ഞാൽ നോഡ് 1 മുതൽ നോഡ് 2 വരെയുള്ള ആ ആക്ടിവിറ്റി നമ്മൾ ആക്ടിവിറ്റി എഡ്ജ് വെച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ ആരോ വെച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്, മീൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നോഡ് 1 നോഡ് 2 തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. 1 to 3 ആണെന്നുണ്ടെങ്കിൽ അതും 2 ആണ്. 1 to 4 ഉണ്ട്, അതും 1 ആണ്. അപ്പോൾ 1-ൽ നിന്ന് എത്ര നോഡിലേക്ക് പോകുന്നുണ്ട്? സിംപ്ലി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം. 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നുണ്ട്, 3-ലേക്ക് പോകുന്നുണ്ട്, 4-ലേക്ക് പോകുന്നുണ്ട് അല്ലേ? Then 2-ൽ നിന്ന് ഇതിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? നിങ്ങളൊരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് കൂടുതൽ വരച്ച് നോക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അറിയില്ല. ഇപ്പൊ നമ്മൾ 1 എന്ന് പറയാം. ഇതിനെ നമ്മൾ 1 എന്ന് പേര് വിളിച്ചു.
ഇനി 1-ൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? 1 to 2 ടൈം ഡ്യൂറേഷൻ 2 ആണ്. ഹലോ, കേൾക്കാം. സാറേ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് PPT-ക്കകത്ത് വരിക. ഇത് സെയിം ക്വസ്റ്റൻ ആണ് PPT-ക്കകത്ത് കിടക്കുന്നത്. 1 to 2 അവേഴ്സ് വ്യത്യാസമുണ്ടല്ലേ? ഓക്കെ, നമുക്ക് PPT-യിലുള്ള അവേഴ്സ് എടുക്കാം. അല്ല, PPT-യിലുള്ള എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, PPT-യിലുള്ള എടുക്കാം. അപ്പോൾ എൻ്റെ ഞാനും ചെയ്തിട്ടില്ല. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ചെയ്തത്. 1 to 2 6 hours. 1 to 2 ആണെന്നുണ്ടെങ്കിൽ 6 hours. 1 to 3 ആണെന്നുണ്ടെങ്കിൽ 8 hours. Then 2 to 4 രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. 1-ൽ നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ട്? 2-ലേക്കുണ്ട്, 3-ലേക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആദ്യത്തെ നോഡിൽ നിന്ന് 2-ലേക്കും 3-ലേക്കും നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ 2 വട്ടം വരയ്ക്കും. ഇത് 2, ഇത് 3. ഓക്കെ, നമ്പർ അങ്ങനെ അതായിരിക്കും നല്ലത്. തൽക്കാലം നമുക്ക് 1 എടുത്ത് 2 എടുത്ത് അടുത്തതിനകത്ത് വയ്ക്കാം. എടുത്തുണ്ടാക്കി. അപ്പം 1-ൽ നിന്ന് 2-ലേക്കും 3-ലേക്കും വരച്ചു. ദെൻ 2-ൽ നിന്നും 4-ലേക്കുണ്ട്, 3-ൽ നിന്നും 4-ലേക്കുണ്ട്. 2-ൽ നിന്നും 3-ൽ നിന്നും 4-ലേക്കും. 4-ൽ നിന്ന് 6-ലേക്കാണ്. 5-ൽ നിന്ന് 6-ലേക്കുണ്ട്. 5-ലേക്ക് വരുന്നത് 3-ൽ നിന്നാണ്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? 2-ൽ നിന്ന് 4-ലേക്ക് പോകുന്നുണ്ട്, 3-ൽ നിന്നും 4-ലേക്ക് പോകുന്നുണ്ട്, 3-ൽ നിന്ന് തന്നെ 5-ലേക്കും പോകുന്നുണ്ട്. 3-ൽ നിന്ന് 2 ഉണ്ട്. 2-ൽ നമുക്ക് 4-ലേക്ക് വരയ്ക്കാം. ടൂവിൽ നിന്ന് നമുക്ക് 4 ഇവിടെ വരയ്ക്കാം. 5 ഇവിടെ വരച്ച് നോക്കാം. വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് മാറ്റാം. 5 1 2 3 3-ൽ നിന്നാണ് 5-ലേക്ക് വരിക. 4-ലേക്ക് വരുന്നത് 2-ൽ നിന്നും 3-ൽ നിന്നും 4-ലേക്ക് വരും. 2-ൽ നിന്നും 3-ൽ നിന്നും 4-ലേക്ക് വരും. ഓക്കെ, അന്നൂടെ പറയാം. 2-ൽ നിന്ന് ഇതാണ് ഈ പറഞ്ഞത്. 2-ൽ നിന്ന് 4-ലേക്ക് വരും, 3-ൽ നിന്ന് 4-ലേക്ക് വരും. അപ്പം നമുക്കത് 4 എടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഈ പറഞ്ഞ 2-ൽ നിന്നും 3-ൽ നിന്നും 4-ലേക്ക് വരും. വേണേൽ വരച്ചങ്ങ് പോവാം, അതായിരിക്കും എളുപ്പം. താരോ വരയ്ക്കാൻ ഇതിൻ്റെ താരോ ഉള്ള ഐക്കണില്ല. സോ 1-ൽ നിന്ന് 2-ലേക്കും 1-ൽ നിന്ന് 3-ലേക്കും അത് വരയ്ക്കാം. ആരോ വേണമെന്ന് നിങ്ങൾ പരിഗണിച്ചോളുക. 1-ൽ നിന്ന് 2-ലേക്ക് വരച്ചു, 1-ൽ നിന്ന് തന്നെ 3-ലേക്കും വരച്ചു. 1 to 2, 1 to 3. Then 2 to 4. 2-ൽ നിന്നാണ് 4-ലേക്ക് വരിക. 2-ൽ നിന്ന് 4-ലേക്ക് വരിക. Then 3-ൽ നിന്നും 4-ലേക്ക് വീണ്ടും. 3-ൽ നിന്നും 4-ലേക്ക്. 3-ൽ നിന്നും വീണ്ടും 4-ലേക്ക് വരച്ചു. Then 4-ൽ നിന്ന് 6-ലേക്ക്, 5-ൽ നിന്ന് 6-ലേക്ക്. 5 ഇതാണെന്ന് വിചാരിക്കും. 5 6 നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ അങ്ങനെ വയ്ക്കാം. അപ്പോൾ 4 വരെയുള്ളത് നമ്മൾ വരച്ചു.
ഇനി 5ലേക്ക് എത്തുന്നത് 3യിൽ നിന്നാണ് ഈ പറഞ്ഞ സംഭവം. 3യിൽ നിന്നാണ് 5ലേക്ക് എത്തുക. അപ്പൊ നമ്മൾ 3യിൽ നിന്നും 5ലേക്ക് വരും. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വരയ്ക്കുന്ന വെറും വരകളൊക്കെ ആരോ ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇപ്പൊ ആരോ ഇടാനുള്ള നേരമില്ലാത്തതുകൊണ്ട് 3യിൽ നിന്ന് 5ലേക്ക് വന്നു. ദെൻ 4ൽ നിന്ന് 6ലേക്ക്, 5ൽ നിന്ന് 6ലേക്ക്, 4 to 6, 5 to 6. അപ്പൊ അത് നമ്മൾ രണ്ടും വരയ്ക്കണം. 4 to ഇതാണ് 6, 4 to 6, അതുപോലെ തന്നെ 5 to 6 എന്നുള്ള 6 എന്നുള്ള നമ്പർ കൊടുക്കാം. കൊടുക്കട്ടെ. 5ൽ നിന്ന് 7ലേക്ക്, സോറി 6ലേക്കുള്ളത് നമ്മൾ വരച്ചു അല്ലേ. 4ൽ നിന്നും 5ൽ നിന്നും 6ലേക്ക് നമ്മൾ വരച്ചു. 4ൽ നിന്ന് 6ലേക്ക് വരച്ചു, 5ൽ നിന്ന് 6ലേക്ക് വരച്ചു. ഇനി 7ലേക്ക്, 5ൽ നിന്ന് 7ലേക്ക്, 6ൽ നിന്ന് 7ലേക്ക്, 5ൽ നിന്ന് 7ലേക്കുണ്ട്. അതുപോലെ തന്നെ 6ൽ നിന്ന് 7ലേക്കുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ എന്താ പറയാ നെറ്റ്വർക്ക് വരയ്ക്കുന്നത്. വരയ്ക്കുന്നത് അങ്ങനെ പിടി കിട്ടിയോ? ഇനി അതിന്റെ എമൗണ്ടോടെ നമുക്ക് അങ്ങ് എഴുതാം. ആ കൂട്ടത്തിൽ 1 to 2 ആണെന്നുണ്ടെങ്കിൽ 6 അവേഴ്സ്. എത്ര അവേഴ്സാ എക്സ്പെക്ടഡ് ടൈം? ഇൻ വീക്സ് ആണ് കേട്ടോ, അവേഴ്സ് അല്ല. അപ്പൊ 6 വീക്സ് നമുക്ക് നോക്കാം. 1 to 2, 6. പിന്നെ 1 to 3 ആണെന്നുണ്ടെങ്കിൽ 8. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ആൻസർ പറഞ്ഞേ. 1 to 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മാർക്ക് ചെയ്യണം. 1 to 3 എന്നുള്ളത് ഇതാണ്. 1 to 3 നമ്മളിവിടെ 8 മാർക്ക് ചെയ്യണം. അതിന്റെ മുകളിൽ എഴുതണമെന്നാണ് ശാസ്ത്രം. 8. Then 2 to 4 ആണെങ്കിൽ 7. 2 to 4, 7. Then 3 to 4 ആണെങ്കിൽ 12. 12. Then അടുത്തതെന്ന് പറയുന്നത് 3 to 4 കഴിഞ്ഞ് then 4 to 6. 4 to 6 ആണെങ്കിൽ എന്താണ്? എത്രയാണ് 4 to 6? എത്രയാന്ന് പറഞ്ഞാൽ 4 to 6 എത്ര വീക്സാ? 3. 3. Then അടുത്തത് 5 to 6 എത്രയാ? 5 to 6, 5. Then അടുത്തത് 3 to 5 എത്രയാണത്? 7. 3 to 5, 7 ആണ്. 3 to 5 ഏതാ? 3 ഇവിടെ, 3 to 5, 7. അടുത്തത് 5 to 7 എത്രയാണ്? 5 to 7 എത്ര? 11 hours, 11 weeks, sorry. 5 to 7, 11. 5 to 7, 11. ഇനി ഒരു ഒരെണ്ണം കൂടെ ഉള്ളൂ, 6 to 7 ഉള്ളൂ. 6 to 7 എത്രയാണ്? 10. 10. ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം ആരോയാണ് കേട്ടോ. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ആരോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറകോട്ടൊരു നാവിഗേഷൻ ഇല്ല. അതായത് 4ൽ നിന്ന് 2ലേക്ക് വരാൻ പറ്റത്തില്ല. 2ൽ നിന്ന് 4ലേക്ക് ഇപ്പോൾ വരച്ചിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വരച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാത്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ആയേക്കാം. വരയ്ക്കാനുള്ള മെനക്കെടുകൊണ്ടാണ് ഞാൻ അന്നേരം നിങ്ങളോട് വരയ്ക്കുക, ഞാൻ വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ വരച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പണിയായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാത്ത് വരച്ചു വെക്കുന്നതായിരിക്കും നല്ലത്.
നമ്മൾ ഇതാണ് നമ്മൾ ടോട്ടലി വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒന്ന് പാത്ത് കണ്ടുപിടിക്കുക. ഐ മീൻ ഒരു പാത്ത് കണ്ടുപിടിക്കുക. അത് 1 തുടങ്ങി 7 തീരുന്ന രീതിയിലുള്ള പാത്ത് കണ്ടുപിടിക്കുക. ഒരു പാത്ത് പറഞ്ഞേ. 1, 2, 4, 6, 7 ഇങ്ങനെ ഒരെണ്ണം ആവാം അല്ലേ? പറയാമോ? 1, 2, 4 അല്ലേ? 1, 2, 4 ദെൻ അടുത്ത ഏതാ? 6, 7 ഇങ്ങനെ ഒരെണ്ണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര വരും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? 1, 2, 7, 3 6, 7, 13, 3, 16, 10, 26 വരും ഇതിന്റെ ഡ്യൂറേഷൻ. ഇനി അടുത്ത പാത്ത് കണ്ടുപിടിക്കുക. അത് നമുക്ക് 1, 7 എടുക്കാം. ഓക്കെ, ഇങ്ങനെ തുടങ്ങി 1, 3, 4, 6, 7 അങ്ങനെ എടുക്കാം. 1, 3, 4, 6, 7 അതിന് എത്ര ഡ്യൂറേഷൻ എടുക്കും ഒന്ന് കാൽക്കുലേറ്റ് പറഞ്ഞു. 1, 3 വരുമ്പോൾ 8, 1, 3, 4, 8, 12, 8, 20, 20, 3, 23, 23, 10 എത്രയായി? 33. ഓക്കെ, ഇനി അടുത്ത പാത്ത് എടുക്കും. അത് 1, 3, 5, 6, 7 അങ്ങനെ എടുക്കാം. 1, 3, 5, 6, 7 അങ്ങനെ ഒന്നും വരാൻ പറ്റില്ലേ? 1, 3, 4, 6, 7 ആണ് അടുത്തത്. ഇനി 1, 3, 5, 6, 7 ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി സാർ. ഇത് കളർ പോയി. ഒരെണ്ണം 4ഉം ഒരെണ്ണം 5ഉം ആണ്. ഇതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 1, 3, 5, 6, 7 ആണെന്നുണ്ടെങ്കിൽ എത്ര വരും അതിന്റെ ലെങ്ത്? 1, 3, 8, 5 വരുമ്പോൾ 8 വരും, 15, 5, 20, 10, 30. ഓക്കെ, അത് ഇനി പാത്തുണ്ടോ? 1, 3, 5, 7 ഉണ്ട് സാർ. 1, 3, 5, 7 1, 3, 5, 7 അടുത്തത് 1, 3, 5, 7 അതിന്റെ ലെങ്ത് എത്രയാ? 8 വരും, 15, 26. 10, 25, 26, 26. ഓക്കെ, സോ ഇതിനകത്ത് ലോങ്സ്റ്റ് ഏതാ? 33. അപ്പം 1, 3, 4, 6, 7 എന്നുള്ള ഇതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നിങ്ങൾ നോക്കിയിട്ട്. നമ്മൾ 4 പാത്താണ് കണ്ടുപിടിച്ചത്. 1 തുടങ്ങി 7 തീരത്തക്ക രീതിയിൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ പോസിബിലിറ്റീസ്? ഡ്രോ ദ പ്രോജക്ട് നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ്വർക്ക് വരച്ചു. ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് പറയണം. ഫൈൻഡ് ദ പ്രോജക്ട് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എത്രയാണെന്നും പറയണം. പറഞ്ഞോ. ഇനി വേറെ പാത്ത് കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ലല്ലോ, ഇനി നിലവിലില്ല. ഇപ്പൊ നമ്മള് ഏറ്റവും ടോപ്പിൽ കൂടെ ഉള്ളത് പോയി, അത് ഒന്നാമത് വന്നു. ഏറ്റവും താഴെ കൂടെ ഉള്ളത് ലാസ്റ്റ് വന്നു. ഇടയ്ക്കുള്ളത് 1, 3, 4ലേക്ക് പോയി. രണ്ടാമത്തേതായിട്ട് 1, 3, 5, 6, 7 അങ്ങനെ പോയി. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. 4 ഓപ്ഷനേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്, അപ്പോൾ ഏറ്റവും ലോങ്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ഡയറക്ഷനകത്താണോ വരുള്ളൂ? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇത് വരയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ നെറ്റ്വർക്ക്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പോഴോ ഒരു സംഭവം അത് പറഞ്ഞു. അതായത് ഞാൻ PPT നോക്കിക്കേ. ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 to 2 അല്ലേ? 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 to 1ലേക്ക് ഇല്ല, 2ൽ നിന്ന് 1ലേക്ക് ഇല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 1 എന്ന് പറയുന്ന പരിപാടി ഇപ്പം നമ്മൾ പ്ലെയിൻ ലാൻഡ് കിടക്കുവാണ്. 2 എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ തീർന്നു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിന് ഇടയ്ക്കുള്ള ആക്ടിവിറ്റിയാണ് 1 to 2 എന്ന് പറയുന്നത്. അതായത് ഫൗണ്ടേഷൻ കെട്ടുക എന്ന് പറയുന്ന
ആക്ടിവിറ്റിയാണ് 1നും 2നും ഇടയ്ക്കുള്ള പരിപാടി. പിടി കിട്ടിയോ? അപ്പൊ അതിനെടുക്കുന്ന സമയമാണ് ഈ പറഞ്ഞ 6 ആഴ്ച എന്ന് പറയുന്നത്. അതല്ലാതെ അത് തിരിച്ചപ്പോ പറ്റുമോ? ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഫൗണ്ടേഷന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ അത് പൊളിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇതൊരു നോർമൽ ആക്ടിവിറ്റി. ഇപ്പം നിങ്ങൾ ഇതൊരു പ്രൊജക്ട് മാനേജറാണ്. നിങ്ങൾ എഞ്ചിനീയർ ആയിട്ടൊരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മളിങ്ങനെ ഡയഗ്രാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും ലോങ്ങസ്റ്റ് എത്രമാത്രം സമയം എടുക്കും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഈ ഗ്രാഫ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയും ഇത്ര സമയം മതി എന്ന് നമ്മൾ പറയും. അത് എവിടുന്നാ പറയുന്നത്? നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്, അറിയുകയും ചെയ്യും. അങ്ങനെയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയും. ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഓരോന്നും എഴുതി നോക്കണം. ഇന്ന സംഭവത്തിന് ഇത്ര സമയം എടുക്കും, അടുത്ത സാധനത്തിന് ഇത്ര സമയം എടുക്കും, ഇത് ചെയ്തിട്ടേ ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫൗണ്ടേഷൻ തീർന്നിട്ടേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അതിന്റെ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പാരലായിട്ട് ചെയ്യുന്നത് നമുക്കിവിടെ എന്ത് പറയാം, 2ലേക്ക് പോകുന്ന പരിപാടിയുണ്ട്, 3ലേക്ക് പോകുന്ന പരിപാടിയുണ്ട്. ഇത് രണ്ടും പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരേ നോഡിൽ നിന്ന് രണ്ടിടത്തേക്ക് വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 33 എന്ന് പറയുന്ന ആ പാത്താണ്. ഞാൻ ഇത് തന്നെയാണോ വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് തന്നെയാണ് സംഭവം. അപ്പൊ ഇങ്ങനെയാണ് ഇതിനകത്ത് എന്നിട്ട് എഴുതി വെച്ചേക്കുന്നത്. TE0, TL0, 6 weeks, TE6, ടൈം എസ്റ്റിമേറ്റഡ്, ടൈം ഇലാപ്സ്ഡ്, അങ്ങനെ എന്തോ 13. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നെടുക്കുക. 8. അപ്പൊ മനസ്സിലായോ? അതായത് ഡബിൾ ക്രിട്ടിക്കൽ പാത്തിന് ഡബിൾ ലൈൻ കൊടുക്കുക. നമുക്ക് അതും കൂടെ കൊടുത്തേക്കാം. ഒരു വണ്ണം കുറഞ്ഞിട്ട് ക്രിട്ടിക്കൽ പാത്ത് കൂട്ടത് അങ്ങനെ വരച്ചു നോക്കുക. ഇതെല്ലാം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് 1, 3, 4, 6, 7. നമ്മളിങ്ങനെ ഇതിങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇതുണ്ട്. പ്രോജക്ട് ഡ്യൂറേഷൻ 33 weeks, ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു 1, 3, 4, 6, 7. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഇതാണ് നിങ്ങൾക്ക് 9 മാർക്കിന് ചോദിച്ചേക്കുന്നത്. ഭയങ്കര സിമ്പിൾ അല്ലേ? സിമ്പിളാണോ? സിമ്പിളാണ് സാർ. മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെ പറയുവാണെങ്കിൽ ഞാനിത് ഒന്നുകൂടെ പറഞ്ഞുതരാം. പറയണമെന്ന് ആര് പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞുതരും. പ്രവീൺ, അനന്തകൃഷ്ണൻ, എനിക്ക് മനസ്സിലായി സാർ. പ്രവീണ് മനസ്സിലായി. ഓക്കെ, ഫൈൻ. വേറെ ആരും അഭിപ്രായമില്ലാത്തവരായതുകൊണ്ട് നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത പ്രോബ്ലം ഇതാണോ? പ്രോബ്ലം ഇത് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. എ പ്രോജക്ട് ഹാസ് 7 activities. Draw the network diagram. Three time estimates are given below. Draw the project network. Identify the critical path. Find the project duration. ഇത് നിങ്ങൾ തന്നെ ചെയ്യുമോ? ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് കൂടാതെ ഒരു ചെറിയ സാധനം കൂടെ അഡീഷണൽ ഉണ്ട്, ചെറിയൊരു പണി. അതായത് നേരത്തെ പ്രോജക്റ്റിനകത്ത് നമുക്ക് ഒരു ടൈം ഡ്യൂറേഷൻ ആണെന്നുണ്ടായിരുന്നു, എക്സ്പെക്ടഡ് ടൈം ഇൻ വീക്സ്. ഇത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 2 ആണെന്നുണ്ടെങ്കിൽ 6 weeks, അത്ര തന്നെ. പുതിയ പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിരിക്കുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 2 ആണ്. അതിന് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഒരാഴ്ചയാണ്, മോസ്റ്റ് ലൈക്ലി ടൈമും ഒരാഴ്ചയാണ്. പക്ഷെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 7 ആഴ്ചയാണ്. അപ്പൊ 3 എന്താ പറയാ ടൈം ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതല്ല, ഫൈൻഡ് ദ പ്രോജക്ട് ഡ്യൂറേഷൻ. പ്രോജക്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഇക്വേഷൻ എടുത്ത് നോക്കാം. വേരിയൻസ് എക്സ്പെക്ടഡ് ടൈം ക്യാൻ ബി ഗിവൺ ബൈ ഈ സാധനം വേണം ചെയ്യാൻ. എക്സ്പെക്ടഡ് ടൈം TE
ഈസ് ഈക്വൽ ടു T0 പ്ലസ് 4 ഇൻറ്റു TM പ്ലസ് TP ഡിവൈഡ് ബൈ 6. ഈ സാധനം വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും ഈ സാധനം കണ്ടുപിടിക്കണം. T0 പ്ലസ് 4 TM പ്ലസ് TP ഡിവൈഡ് ബൈ 6. അതായത് ആദ്യത്തെ ആഴ്ചയാണെന്നുണ്ട് 1 പ്ലസ് 4 ഇൻറ്റു 1, അതായത് 4 പ്ലസ് 7 ഓൾ ഡിവൈഡ് ബൈ 6. അതൊരു വാല്യൂ കിട്ടും. TE 1 to 2 1 to 2 എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ കറക്റ്റ് ചെയ്തത്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 1 പ്ലസ് 4 ഇൻറ്റു 1, അത് 4 തന്നെ, പ്ലസ് 7 ഈക്വൽസ് 12 ഡിവൈഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ നിങ്ങൾ ആ ടേബിളിനകത്ത് ഇവിടെ വരച്ചിട്ട് ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്യാം. സാറേ ഹലോ സാറേ, അപ്പൊ ഈ ടി എന്ന് പറഞ്ഞേക്കണേ അത് തന്നേക്കണേ, അപ്പൊ അതിന്റെ ഇതല്ലേ ദൂരമല്ലേ ഇപ്പം ആക്ടിവിറ്റിയുടെ താഴെ? സോറി സാർ, അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയേക്കുന്ന നമ്മുടെ ചോദ്യം ഇവിടം വരെ ഉള്ളൂ. ഓക്കെ സാർ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടം വരെ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ മെനക്കെട്ട് എഴുതേണ്ട കാര്യമില്ല അല്ലേ? ശരി ശരി. അപ്പൊ ഈ ടി കണ്ടുപിടിച്ച് എഴുതണം നിങ്ങൾ ഓരോന്നിന്റെയും. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഈ കാണിച്ച പോലെ തന്നെ, അതായത് അടുത്തതിന്റെ ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 2 3 എന്ന് പറയുന്ന സംഭവത്തിന്റെ ടി കണ്ടുപിടിച്ചേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എന്താ? ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഞാനിത് പറയാം, അത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് ലാസ്റ്റത്തെ 1. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എല്ലാത്തിൻ്റെയും കേട്ടോ. ആദ്യത്തെ സംഭവം പ്ലസ് 4 ഇൻറ്റു ഈ പ്ലസ് ഈ സാധനം പ്ലസ് ലാസ്റ്റ് സാധനം. അപ്പോൾ പറഞ്ഞേ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏതൊക്കെ എഴുതണം? 1 2 3 കണ്ടുപിടിക്കാൻ 1 പ്ലസ് പറഞ്ഞോ. 1 പ്ലസ് 1 4 1 പ്ലസ് 16 പ്ലസ് 7 1 പ്ലസ് 16 പ്ലസ് 7 24 ഡിവൈഡ് ബൈ 6 4 24 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 4. ആ 4 ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇനി ഓരോന്നും കണ്ടുപിടിച്ച് എഴുതണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആദ്യം ഈ സാധനം പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി 1 to 2 എത്ര ഡ്യൂറേഷൻ? 2 weeks. 1 to 2 വരയ്ക്കുക. 1 to 2 വരയ്ക്കുക. അത് അതിനു മുമ്പ് 1 ൽ നിന്ന് ഏതെങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം. 1 to 2 ഉണ്ട്, 1 to 3 ഉണ്ട്, 1 to 4 ഉണ്ട്. അപ്പോൾ 1 ൽ നിന്ന് തന്നെ 2ലേക്കും 3ലേക്കും 4ലേക്കും ഉണ്ട്. വേറെ 1 ൽ നിന്ന് ഒരിടത്തും ഇല്ല. അതെല്ലാം നോക്കിയിട്ട് വേണം പരിപാടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ 1 ൽ നിന്നും ബാക്കി 3 സ്ഥലത്തേക്ക് വരയ്ക്കുക. അപ്പോൾ 1 വരച്ചു, 1 വരച്ചു, ദെൻ 2 വരച്ചു, 3 വരച്ചു, 4 വരച്ചു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് പിന്നെ ഓരോന്ന് എടുക്കുക. 2ൽ നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ട്? 2ൽ നിന്ന് 5ലേക്ക് മാത്രമേ ഉള്ളൂ. 3ൽ നിന്നും 5ലേക്ക് ഉണ്ട്. അപ്പോൾ 5ലേക്ക് 2 വരുന്നുണ്ട്. ദെൻ 4ൽ നിന്ന് 6ലേക്ക്, 5ൽ നിന്ന് 6ലേക്ക്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് 6ലാണ് എത്തേണ്ടത്. 2ൽ നിന്നും 3ൽ നിന്നും 5ലേക്ക് വരയ്ക്കാം. 2ൽ നിന്നും 3ൽ നിന്നും 5ലേക്ക് വരച്ചു. ആ 2 അപ്പൊ അങ്ങനെ തീർന്നു പോയി. 2ൽ നിന്നും 3ൽ നിന്നും. ദെൻ അടുത്തത് 4ൽ നിന്ന് 6ലേക്ക് വരയ്ക്കണം, 5ൽ നിന്ന് 6ലേക്ക് വരയ്ക്കണം. അപ്പൊ നമ്മൾ 4ൽ നിന്നുള്ളത് ഒരു 6 വരച്ചിട്ട് 6ലേക്ക് വരയ്ക്കുക, 5ൽ നിന്നും 6ലേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇതിന്റെ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ നമ്മൾ ടി കാൽക്കുലേറ്റ് ചെയ്തത് ഈ പറഞ്ഞ 2 4 3 1
6 ഇങ്ങനെയുള്ള സംഭവം കാൽക്കുലേറ്റ് ചെയ്തെടുത്ത സാധനം ഇവിടെ എഴുതുക 2 4 3 1 7 5 ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ എഴുതി. അതിനുശേഷം ഓരോ പാത്ത് കണ്ടുപിടിക്കുക. 1 2 5 6 അതാണ് ആദ്യത്തെ പാത്ത്. രണ്ടാമത്തെ പാത്ത് 1 3 5 6 അത് രണ്ടാമത്തത്. മൂന്നാമത് 1 4 6. 1 2 5 6ന്റെ ലെങ്ത് പറയാമോ? 1 2 2 പ്ലസ് എത്ര വരും? 2 പ്ലസ് 1 പ്ലസ് അതിന് ആദ്യത്തെ 10 വരും. ആദ്യത്തെ 10. രണ്ടാമത്തെ എത്രയാ? 1 3 5 6ന്റെ എത്ര വരും? 4 പ്ലസ് 6 എത്രയാ? 6 4 10 10 വരും. എത്ര വരും മൊത്തം? 17 വരും. 17 വന്നു. അടുത്ത് 1 4 6ന്റേതാണെന്നുണ്ടെങ്കിൽ 3 പ്ലസ് 5 എത്രയായി? 8. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെയാണ്. 1 3 5 6. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 17 വീക്സ് ആണ്. സോ ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾ കംഫർട്ടബിൾ ആയോ? ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യാൻ പഠിക്കും. ഉറപ്പല്ലേ? മിണ്ടാണ്ടിരിക്കുന്നവരുടെ അഭിപ്രായം ഇല്ലല്ലോ. They are okay, I feel. അങ്ങനെ 10 നമുക്ക് ഇന്നത്തേക്ക് അങ്ങ് നിർത്തിയേക്കാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നില്ല. കുറച്ച് നമുക്ക് 4th യൂണിറ്റ് തിയറി തുടങ്ങാം. 4th യൂണിറ്റ്